തമിഴ് സിനിമയ്ക്ക് ഞാൻ എന്നും ബാൻ ചെയ്യപ്പെട്ട ഒരു ഗായികയാണ്. ആ ഗാനം ഇത്ര വൈറലാകുമെന്ന് ഞാൻ കരുതിയില്ല ചിന്മയി. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ ബാൻഡായിരുന്നു എന്നറിയുന്നത് ഈ അടുത്ത കാലത്ത് ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷമാണ്. അതായത് ആ മറ്റേ പാട്ടില്ലേ എന്നാ ആ സിനിമയിലെ പാട്ടുണ്ടല്ലോ, കമലഹാസൻ്റെ സിനിമയിലെ പാട്ട് കാലേ കനവിനിൽ. ആ പാട്ട് വന്നപ്പോൾ ഇതൊരു ബാൻ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായത്. സത്യം കാര്യമായിട്ട് പറഞ്ഞാൽ അന്നേരമാണ് മനസ്സിലായത്. അതുവരെ ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് ഒരു 96ലെ പാട്ട്. അതൊക്കെ ഹെഡ്സെറ്റ് വെച്ച് രാത്രി കേട്ട് കണ്ണടച്ച് ഉറങ്ങുമ്പോൾ മറ്റൊരു ലോകത്തെത്തിയ പോലെ ഒരു ഫീലാണ്. ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ട് മലയാളത്തിൽ. കുക്കു കുക്കു കുറുവാരി, അത് ഓർത്തിരുന്നാലും മതി. ഒരുപാട് നല്ല ഗാനങ്ങൾ ബാൻ ചെയ്യപ്പെട്ടു എന്നേ തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഇത്തരം സംഗീതം കൊണ്ട് ഒരു വിരുന്നൊരുക്കിയ ഒരു ഗായികയുണ്ടെന്ന് വെച്ചാൽ അത് ഓർമ്മ തന്നെ ഒരു ദൈവം തந்த പൂവേ. ഏറ്റവും കൂടുതൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ കാതലേ കാതലേ, പിന്നെ എൻ താര എന്നുള്ള സോങ്. എൻ്റെ ഫേവറേറ്റ് അത് രണ്ടുമാണ്. എത്രയൊക്കെ ബാൻ ചെയ്യപ്പെട്ടാലും നിങ്ങൾക്ക് വിലും നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മണ്ണിൽ എത്ര ആഴത്തിൽ ഒരു രത്നം കുഴിച്ചു മൂടിയാലും അതിൻ്റെ ശോഭ നശിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് എത്ര ബാൻ ചെയ്യപ്പെട്ടാലും നിങ്ങളുടെ ശോഭ നശിക്കുന്നില്ല. ഇപ്പോഴും കേൾക്കുന്നുണ്ട് കാതലേ കാതലേ എന്നുള്ള ഒരു സോങ്. ഐ ലവ് ചിന്മയി.